നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പീച്ചി വനം വികസന സമിതി പ്രസ് ക്ലബ് മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയ്ക്ക് പീച്ചിയിൽ തുടക്കമായി. ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ഒക്ടോബർ 4-ന് ഓൾ ഇന്ത്യ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ. ഇസാഫ് ഗ്രൂപ്പിന്റെ ക്രോസോയുടെ കേക്ക് മിക്സിംഗ് സെറിമണി MD K പോൾ തോമസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര CHSയും നടത്തണ കുടുംബാരോഗ്യ കേന്ദ്രവും പൊതുജനത്തിന് ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസിനെ കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ പീച്ചി വനവികസന ഏജൻസിയുടെ സഹകരണത്തോടെ തൃശൂർ പ്രസ് ക്ലബിലെ മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല വനസമീക്ഷയ്ക്ക് പീച്ചിയിൽ തുടക്കമായി. പീച്ചി നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച വനസമീക്ഷ തൃശൂർ സെന്റർ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ വാർഡൻ VG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സുമു സക്കറിയ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, KFRI മുൻ ഡയറക്ടർ ഡോക്ടർ PS ഈസ, വെള്ളാനിക്കര ഫോറസ്ട്രി കോളേജ് പ്രൊഫസർ ഡോക്ടർ AV സന്തോഷ് കുമാർ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AO സണ്ണി, പീച്ചി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് സലീഷ് J മേനാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യ വന്യജീവി സഹവർത്തിത്വം, നേർക്കാഴ്ച, ജൈവവൈവിധ്യ സംരക്ഷണം, പൊതു അവബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക്, വനവും ജനവും എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളും തുടർന്ന് പീച്ചി വനപ്രദേശത്തെ സസ്യജന്തു ജീവജാലങ്ങളുടെ വൈവിധ്യം പരിവേഷണ വിധേയമാക്കിക്കൊണ്ട് വനയാത്രയും ശില്പശാലയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടാവുന്ന തൃശ്ശൂർ ജില്ലയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ആളുകളാണ്. പിന്നെ പീച്ചി ഡിവിഷനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം സലീഷ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. ഈ ഒക്ടോബർ 2 മുതൽ വന്യജീവി വാരാഘോഷം ആചരിക്കുകയാണ്. ഈ ഒക്ടോബർ 2 മുതൽ വരുന്ന ഒരാഴ്ചക്കാലം കേരളത്തിലെ എല്ലാ സാഞ്ചുറികളിലും പ്രവേശനവും പിന്നെ അവിടെ കാണലും എല്ലാം സൗജന്യമായിരിക്കും. ഫ്രീ എൻട്രിയാണ് ഈ ഒരാഴ്ചക്കാലത്തേക്കുള്ളത്. ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ വഴിയാണ് കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്കും നമ്മളുടെ സഹജീവികളിലേക്കും ഒക്കെ എത്തുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സഹായവും നിങ്ങളുടെ ഒരു അവബോധവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ വനംവകുപ്പ് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങളിലേക്കും അതുപോലെ മറ്റു നമ്മളുടെയൊക്കെ സഹപ്രവർത്തനത്തിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ ഒരു നല്ല സഹകരണം ഉണ്ടെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ വനസംരക്ഷണവും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണമൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ 3 സാഞ്ചുറികൾ ഉൾപ്പെടുന്ന നമ്മുടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കൂടിയാണ് പീച്ചി, ചിമ്മിനി, വാരാനി എന്ന് പറയുന്ന സ്ഥലങ്ങൾ. 3 ഡാമിനെ ബേസ് ചെയ്താണ്. വളരെ മനോഹരമായ പ്രദേശങ്ങളാണ്. ഇപ്പോൾ ജില്ലയിലെ ഏകദേശം 1.5 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ ഓരോ സ്ഥലത്തും വരുന്നുണ്ട്. ചിമ്മിനിയിലും പീച്ചിയിലും വാരാനിയിലും ഒക്കെ. ഇതെല്ലാം ഈ കാട് സംരക്ഷിക്കുന്നതിനോടൊപ്പം ഈ കാട് പങ്കിടുന്ന അനുഭവങ്ങളും കാട് പങ്കിടുന്ന സോഴ്സുകൾ, ജലം, വായു, ഇതുപോലെ ഒരുപാട് നമ്മൾ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാത്ത ഒരുപാട് വിഭവങ്ങളും പിന്നെ സർവീസസും കാട് പ്രദാനം ചെയ്യുന്നു. ചരക്ക് വാഹന മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണം, അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ എടുത്തു മാറ്റണം. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ചരക്ക് ഗതാഗത വാഹന മേഖലയിലുള്ളവർ സമരത്തിലേക്ക്. പിന്തുണയുമായി ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് AIMTCയും. ഒക്ടോബർ 4-ന് കേരളത്തിലെ ചരക്ക് ഗതാഗത മേഖലയിലെ ട്രേഡ് യൂണിയനുകളും വാഹനോടമ സംഘടനകളും സംയുക്തമായി നടത്തുന്ന 24 മണിക്കൂർ ചരക്ക് വാഹന സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായി ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ GR ഷൺമുഖപ്പ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
രാജ്യത്തെ മോട്ടോർ വാഹന മേഖലയിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ്. സംസ്ഥാന സർക്കാർ ചരക്ക് വാഹന രംഗത്തെ ഇനിയും ഗൗരവമായി കാണുന്നില്ല. മേഖലയെ തകർക്കുന്ന നിലപാടാണ് കൈക്കൊള്ളുന്നതെന്നും ഡോക്ടർ GR ഷൺമുഖപ്പ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നിലപാടുകൾ തിരുത്തണമെന്നും സർക്കാരിന് വരുമാനമുണ്ടാക്കുവാൻ കഴിയുന്ന മേഖലയെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള നയങ്ങൾ സ്വീകരിക്കണമെന്നും ഷൺമുഖപ്പ ആവശ്യപ്പെട്ടു. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യുക, ഡ്രൈവർമാർക്ക് റോഡ് സൈഡിൽ സൗകര്യങ്ങളൊരുക്കുക, നഗരങ്ങൾക്ക് പുറത്ത് ട്രക്ക് ടെർമിനൽ സ്ഥാപിക്കുക, ഡ്രൈവർമാർക്കായുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക, റോഡ് നികുതി കുറയ്ക്കുക, സ്പോട്ട് ഫൈൻ സിസ്റ്റം നിർത്തലാക്കുക, ഓവർലോഡിംഗ് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചരക്ക് വാഹന പണിമുടക്ക്. അന്നേ ദിവസം ഒരു വാഹനവും കേരളത്തിലേക്ക് വരാൻ അനുവദിക്കില്ല എന്നും ഇവർ അറിയിച്ചു. സർക്കാർ അടിയന്തരമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. GPS സ്പീഡ് ഗവർണറുകളെയും കേരളത്തിലേക്ക് വരുന്ന ചരക്ക് വാഹനക്കൊള്ളയും സർക്കാർ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലേക്ക് ചരക്ക് കൊണ്ടുവരുന്നത് നിർത്തുന്നത് അടക്കമുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. വാർത്താ സമ്മേളനത്തിൽ ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ GR ഷൺമുഖപ്പ, വൈസ് ചെയർമാൻ KT ഷമീർ, ഓൾ കേരള ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KJ സ്റ്റാൻലിൻ, AT ജോൺസൺ, ഷബീർ, ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. கர்நாடகத்துல ஒரு 20,000 வண்டிக்கு மேல கர்நாடகத்தில் லிஸ்ட் பண்ணிருக்கு பிகாஸ் ஆஃப் த டாக்ஸ், ஹையஸ்ட் டாக்ஸ் இருக்கிறதால. அதனால கவர்மெண்ட் இமிடியேட்டா இதை பார்த்தா கவர்மெண்ட்டுக்கு லாபம் வரும். டாக்ஸ் ரெடியூஸ் பண்ணாங்க. இங்க 6,000னா கர்நாடகா 2,800 ரூபாய் இருக்கு டாக்ஸ். அதனால இமிடியேட்டா இந்த டாக்ஸை ரத்து பண்ணணும்னு சொல்லி நாங்க கவர்மெண்ட்ட ரொம்ப ரிக்வெஸ்ட் பண்ணிக்கிறோம். இது இமிடியேட்டா பண்ணலன்னா 4th ஸ்ட்ரைக் டிக்ளேர் பண்ணிருக்கு. CM கூப்பிட்டு எங்களை பேசலன்னா இமிடியேட்டா நாங்க இன்டெஃபினிட் ஸ்ட்ரைக்கு கால் அனௌன்ஸ் பண்ணிட்டு சொல்லிடுறோம். ജയ് ഹിന്ദ്. പ്രവർത്തിക്കുമ്പോൾ ഇവിടെ 80% സ്വയം തൊഴിലാണ്. അപ്പൊ അത്തരം സ്വയം തൊഴിലിന് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും വലിയ സ്ട്രൈക്ക് നടത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ മേഖല നശിച്ചു കഴിഞ്ഞാല് ഏകദേശം, ഞാൻ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി കൊണ്ട് ഒരു ഡയറക്ടറാണ്. എന്റെ ഒരു കണക്കനുസരിച്ച് 1,62,000, ഞങ്ങളുടെ ബോർഡ് കണക്കനുസരിച്ച് 1,62,000 ഹെവി വെഹിക്കിൾ ഇവിടെ ഉണ്ട്. 3,80,000 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഉണ്ട്. ഇതിലെല്ലാം കൂടിയിട്ട് 18 ലക്ഷം തൊഴിലാളികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ. ഇത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു 10 ലക്ഷം വേറെ ഉണ്ടാവും. ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റീനെ ഒരു ഗവൺമെന്റ് എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് എന്തുകൊണ്ടോ ഇത്ര കാലം നടന്നില്ല. പക്ഷെ ഇനിയും അങ്ങനെ പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും ലോറി ഉടമ സംഘടനകളുടെയും ഈ സമരത്തിനെ ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് കമ്മിറ്റി വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. മണ്ണുത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാഫ് ഗ്രൂപ്പിന്റെ ഭാഗമായ സെഡ റീറ്റെയിൽ അവരുടെ ഫുഡ് ബ്രാൻഡായ ക്രോസയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കേക്ക് മിക്സിംഗ് സെറിമണി നടത്തുകയുണ്ടായി. സെഡ റീറ്റെയിൽ മാനേജിംഗ് ഡയറക്ടർ അലോക് തോമസ് പോൾ അധ്യക്ഷനായ ചടങ്ങിൽ ഇസാഫ് സ്ഥാപകനും ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ MD-യുമായ K. പോൾ തോമസ് ഈ വർഷത്തെ കേക്ക് മിക്സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ റെവറൻഡ് ഫാദർ പോൾ ചാലിശ്ശേരി, CEO ബെന്നി ജോസഫ്, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജിത്ത്, ഇസാഫ് ഗ്രൂപ്പിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷം പ്രീമിയം, സൂപ്പർ പ്രീമിയം വിഭാഗത്തിൽ ഉൾപ്പെടെ 11,000-ലധികം കേക്ക് ഉൽപ്പാദിപ്പിക്കുവാനാണ് ക്രോസോ തയ്യാറെടുക്കുന്നതെന്ന് MD അലോക് തോമസ് പോൾ പറഞ്ഞു. മികച്ച തരം കേക്കുകൾ വിപണിയിൽ കഴിഞ്ഞ 3 വർഷമായി ക്രോസോ എത്തിക്കുന്നുണ്ട്. എല്ലാ വിശിഷ്ട അതിഥികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. അലോകൂടെ പറഞ്ഞതുപോലെ this is not a time for a speech, this is time for fun and celebration. And ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസൺ ഓണത്തോടുകൂടി ആരംഭിക്കുമെന്നാണ് പറയുന്നത്. We just concluded the ഓണം സെലിബ്രേഷൻ. ഇനി ഇത് കഴിയുമ്പോഴേക്കും ദീപാവലി, പൂജ, ക്രിസ്മസോട് കൂടിയിട്ട് ഈ സീസൺ അവസാനിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ സന്ദേശമാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനായിട്ടുള്ള മഹാസന്തോഷമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ മഹാസന്തോഷം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുക്കമാണ് നമ്മളിപ്പോഴും നമ്മൾ തുടങ്ങുന്നത്. സെലിബ്രേഷന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ
സെഡാറിൻ്റെ റോസോ കേക്ക് മിക്സിംഗ് സെറിമണി ഓരോ വർഷവും അത് കൂടുതൽ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടും ക്വാണ്ടിറ്റി കൊണ്ടും അത് വലുതായിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വെള്ളാനിക്കര CHCയും നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസിനെ കുറിച്ച് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണം നടത്തി. നടത്തറ പഞ്ചായത്തിലെ വിവിധ ഓഫീസുകൾ, മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലും പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ആരോഗ്യ ബോധവൽക്കരണം നടത്തിയത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ കഴിക്കുക, അമിതമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളാനിക്കര CHC ഹെൽത്ത് സൂപ്പർവൈസർ ലെസ്ലി ഡേവിസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജിത, അജു, MLSP അനില തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അവരിൽ നിന്ന് വേറെ ആൾക്ക് കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ അസുഖം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ജലാശയങ്ങൾ അവിടെ വെച്ചെടുക്കുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, ഇത് വെള്ളത്തിൽ കലർന്ന് മറ്റുള്ള മൃഗങ്ങളുടെ തിരിച്ച് നമ്മുടെ പാല് അല്ലെങ്കിൽ മാംസം ഇങ്ങനെയുള്ളവയ്ക്ക് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. കുറേ കാലങ്ങളായിട്ട് പുതിയ ആൻറ്റിബയോട്ടിക്കുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മരുന്നിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാകും. പിന്നെ ഭാവിയിൽ നമുക്കൊരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് ഏൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവില്ല. ഇനി ഭാവിയിൽ പറയുന്ന കോവിഡ് അങ്ങനെ ഉള്ള പ്രശ്നങ്ങളല്ല ഒഴിവാക്കാതെ ഈ മരുന്ന് ഏൽക്കാതിരിക്കാനായിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു ആൻറ്റിബയോട്ടിക്കും കഴിക്കാനായിട്ട് പാടില്ല. കൃത്യമായിട്ട് അത് കഴിച്ചിരിക്കണം. മാക്സിമം ആൻറ്റിബയോട്ടിക്കുകളുടെ ഈ ഉപയോഗം നമ്മൾ മാക്സിമം കുറയ്ക്കുക. കാരണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്കുകൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക, അത് ഫോളോ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ പ്രചാരണം എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പേപ്പറിലൊക്കെ കേട്ടിട്ടുണ്ടോ 1000 കോടി രൂപയുടെ വിറ്റുവരവ് കുറഞ്ഞു. അതായത് ഇങ്ങനെ ആളുകളെ ബോധവൽക്കരിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദുരുപയോഗം കുറയ്ക്കാം. ആൻറ്റിബയോട്ടിക് വൈറസ് രോഗം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ തന്നെ അതിൻ്റെ ലക്ഷണം കഴിഞ്ഞാൽ തന്നെയാണ് വൈറസ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദുരുപയോഗം കുറയ്ക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. താങ്ക് യു. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്ഷീര കർഷക ശില്പശാലയും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് അംഗം TK ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘം പ്രസിഡന്റ് ജോർജ് പന്തമ്പിള്ളി, ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ ജയലക്ഷ്മി, സ്മൃതി വാസുദേവൻ, VN ബാബു, സജീവൻ TK തുടങ്ങിയവർ സംസാരിച്ചു. 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 5 വരെയുള്ള ദിവസങ്ങളിൽ വനിതാ ക്ഷീര കർഷക സംഗമം, കുട്ടികൾക്കായി ചിത്രരചന, ക്ഷീര കർഷക ശില്പശാല, സെമിനാർ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സന്തോഷം 2
കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു സംഘം തുടങ്ങിയിട്ട് 60 വർഷം പൂർത്തിയാണ്. ഒരു സംഘം മേന്മയേറിയ രീതിയിൽ 60 വർഷം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിൽ എന്താ ഉള്ളതെന്ന്, പക്ഷെ അത് വലിയൊരു കാര്യമാണ്. 2 തരത്തിലാണ്. ഒന്ന്, നാട്ടിലെ ഇതിലെ അംഗങ്ങളായിട്ടുള്ള ക്ഷീര കർഷകർ, അവരുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ആർജിച്ചെടുക്കാൻ ഈ സംഘത്തിന് സാധിച്ചു. അതിനപ്പുറത്ത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ സംഘത്തിൻ്റെ വിഷയം. എത്രയോ തരം, പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്തൊക്കെ ഇതിൽ അംഗങ്ങളെ സഹായിക്കാൻ ഇവരെടുത്തൊരു തീരുമാനം. അത് ആ സമയത്ത് ഓണത്തിന് കൊടുത്ത കിറ്റ്, അത് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ്. ജീവിതത്തിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഇത്തരത്തിൽ ഈ കിറ്റിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഈ സംഘത്തെ കുറിച്ചുള്ളത്. അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മ പരിപാടികളിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ട് 60 വർഷം പൂർത്തിയാണ്. മനുഷ്യാവകാശ പ്രവർത്തകയായ ടീസ്റ്റ സെന്തിൽവാദിനെ പ്രൊഫസർ വി അരവിന്ദാക്ഷൻ പുരസ്കാരം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഫാസിസ്റ്റ് പ്രവണതകളെയും ഭരണകൂട നടപടികളെയും നിരന്തരമായി പ്രതിരോധിക്കുന്നതിനെയാണ് പ്രൊഫസർ വി അരവിന്ദാക്ഷൻ ഫൗണ്ടേഷന്റെ 2024 അവാർഡ് ടീസ്റ്റ സെന്തിൽവാദിനെ നൽകുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പശാലയും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ 15 സാഹിത്യ അക്കാദമിയിൽ വെച്ച് നൽകും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ കാവുബായ് ബാലകൃഷ്ണൻ, PS ഇക്ബാൽ, ഡോക്ടർ ഫസീല, സി ബാലചന്ദ്രൻ, ED ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്,
Saji Fabrics, Moorkanikara. The complete dress world. Phone 730-6743-585. വീണ്ടും വാർത്തയിലേക്ക്. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഹൃദയ ദിനാചരണ സെമിനാർ, ഹൃദയ സംരക്ഷണ പ്രതിജ്ഞ, മധുര നെല്ലിക്ക വിതരണം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഹൃദയ ദിനാചരണം തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഹൃദയ സംരക്ഷണ പ്രതിജ്ഞയ്ക്കും സെമിനാറിനും നേതൃത്വം നൽകി. പിറന്നാൾ ആഘോഷങ്ങൾ രക്തം ദാനം ചെയ്തും ഹൃദയ വ്യായാമത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഹൃദയത്തിന് ആവശ്യമായ പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയും ഹൃദയത്തെ സംരക്ഷിക്കുമെന്ന് യുവജനങ്ങൾ പ്രതിജ്ഞയെടുത്തു. തൃശൂർ അതിരൂപതയിലെ വിവിധ ഇടവകകളിലെ യുവജനങ്ങളാണ് വേറിട്ട പ്രതിജ്ഞയെടുത്ത് മാതൃകയായത്. ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്ന വ്യായാമക്കുറവ് പരിഹരിക്കാൻ കലാലയങ്ങളിലും പഞ്ചായത്തുകളിലും വ്യായാമ ക്ലബ്ബുകൾ രൂപീകരിക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും തീരുമാനമായി. വിദ്യാർത്ഥികളായ ഡെല്ല, സാനിയോ എന്നിവർ നേതൃത്വം നൽകി. മേജർ PJ സ്റ്റൈജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് മധുര നെല്ലിക്ക വിതരണം ചെയ്തതും കുട്ടികൾ ആവേശത്തോടെ നെല്ലിക്ക കഴിച്ചതും ഹൃദയ ദിനാചരണത്തിൽ വേറിട്ട അനുഭവമായി. കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കരിമത്ര മഹാത്മാ സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവനയുടെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി, നേതാക്കളായ കുട്ടൻ മച്ചാട്, PT മണികണ്ഠൻ, NM വിനീഷ്, AA ബഷീർ, ജെയിംസ് കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. AR ഫൈസൽ, CO അലോഷ്യസ്, KC സെബാസ്റ്റ്യൻ, PJ ക്രിസ്ത്യൻ, KS ശ്രീനിവാസൻ, KP പ്രസാദ്, AB സഞ്ജയ്, PO റപ്പായി, AP ആഷിഖ്, PP ലോനപ്പൻ തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടത്തുന്നത് മാഫിയ മുഖ്യനായ ശ്രീ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് കരിമത്രയിലും ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെമ്പാടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുര നടയിൽ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധ സംഗമം നടക്കുകയുണ്ടായി. ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും സംഘപരിവാറും RSSും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗമായി വർഷങ്ങളായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടും കൂടി നടന്നു വന്നിരുന്ന തൃശൂർ പൂരം അലങ്കോലമായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകളുമൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ആഭ്യന്തരമന്ത്രിയും പോലീസിന്റെ ഉന്നതമായ നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടും കമ്മീഷണറും ADGPയും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംഘം തൃശൂർ പൂരം അലങ്കോലമാക്കാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പൂരം ഇത്രയും മോശമായി കാലങ്ങളായി വളരെ മനോഹരമായി ജാതി മത വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ആഘോഷിച്ചിരുന്ന തൃശൂർ പൂരം അലങ്കോലമാക്കിയത്. വെള്ളാനിക്കര വില്ലേജിൽ ഡിജിറ്റൽ സർവേ ജോലികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സർവേ ഉദ്യോഗസ്ഥർ 11ാം വാർഡിലെ
അയ്യപ്പ കല്യാണ മണ്ഡപത്തിൽ ഭൂ ഉടമകൾക്കായി ക്ലാസ് എടുത്തു. ഭൂ ഉടമകൾ അതിർത്തികളിലെ കാടുകൾ വെട്ടിത്തെളിയിച്ച് അതിർത്തികൾ കൃത്യമായി സ്ഥാപിക്കണം. ഭൂമിയുടെ ഉടമാവകാശം സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകുവാനും നിർദ്ദേശിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KP പ്രശാന്ത്, സോനി സോജൻ, സാവിത്രി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിജിറ്റൽ സർവേ ആരംഭിക്കാൻ പോവാണ്. ഈ ഡിജിറ്റൽ സർവേ ആരംഭിക്കാൻ പോകാന്ന് പറഞ്ഞാൽ മുമ്പ് പണ്ട് തൊട്ട് സർവേ ചെയ്ത് വരുന്ന റീസർവേ തന്നെയാണ് ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ ചെയ്യുന്നത്. അതെന്ന് പണ്ട് റീസർവേ ചെയ്യുന്നതിലും ഈ രേഖകളൊന്നും ഡിജിറ്റൽ ആയിരുന്നില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രേഖകളെ മുഴുവൻ ഡിജിറ്റലാണ്. കാരണം അറിയാലോ, നിങ്ങൾക്കറിയാം, മുമ്പ് സർവേ ചെയ്തുള്ള പല രീതികളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിർത്തിയെ അളന്ന് തെറ്റ് വന്നിട്ട് സർവേമാർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഡിജിറ്റൽ ആകുന്നതോട് കൂടിയിട്ട് ഈ വില്ലേജിന്റെ എല്ലാ, അതായത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും റവന്യൂ വകുപ്പിന്റെ, സർവേ വകുപ്പിന്റെ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഈ 3 ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ഫുള്ളായിട്ട് ഡിജിറ്റലായിട്ട് മാറണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ പോലും ഒരാൾക്കും അതിന് കള്ളത്തരമോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ചാല് വിത്ത് സ്കെച്ചോട് കൂടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഒരു ഭൂമി വിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സർവേറെ വിളിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു അളപ്പിച്ചു, അത് ശരിയാണ്, അയാൾ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വാസത്തിലാണ് നമ്മൾ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തു. ഇനി ഇവിടെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ഒരു ഗവൺമെന്റ് സർവേയർ കൂടി അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾ ഉയർന്ന മുൻഗണന നൽകി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനും തൊട്ടടുത്ത പരിഗണന നൽകണം. ദേശീയപാത നിർമ്മാണം, സ്കൂൾ കെട്ടിട നിർമ്മാണം, സുനാമി കോളനികളിലെ അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കൽ, സർക്കാർ മന്ദിരങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ സ്വന്തമായി സ്ഥലമില്ലാത്ത ഓഫീസുകൾക്ക് അനുവദിക്കൽ, കുന്നംകുളത്ത് എക്സൈസ് റവന്യൂ വകുപ്പിന്റെ സ്ഥലം അനുവദിക്കുന്നതുൾപ്പെടെ 76 വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആർദ്രം, ജലജീവൻ മിഷൻ, ലൈഫ് മിഷൻ, വിദ്യാകിരണം, ടേക്ക് എ ബ്രേക്ക്, നവകേരളം പദ്ധതികളുടെ പുരോഗതി DCCയിൽ നിർവഹണ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷമാണ് ജില്ലാ വികസന സമിതി ആരംഭിച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മന്ത്രി R ബിന്ദു, MLAമാരായ NK അക്ബർ, CC മുകുന്ദൻ, ET ടൈസൺ മാസ്റ്റർ, KK രാമചന്ദ്രൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതിനിധി രഘുനാഥ് C മേനോൻ, ADM T മുരളി, സബ് കളക്ടർ അഖിൽ V മേനോൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TR മായ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം.
KK Gold and Diamonds, Kalathod, Thrissur. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. കർഷക തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഇടതുപക്ഷ ഭരണത്തിലെ ആദ്യ പരിഗണനകൾക്ക് വരേണ്ടതെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക, പെൻഷനും ആനുകൂല്യങ്ങളും കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്ഷേമനിധി ബോർഡ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ദേശീയ കൌൺസിൽ അംഗം AK ചന്ദ്രൻ, രജനി കരുണാകരൻ, MR സോമനാരായണൻ, PS ജയൻ, KS തങ്കപ്പൻ, KC ശിവരാമൻ, MA വേലായുധൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിനും ധർണയ്ക്കും KB ജോഷി ബാബു, PM നിക്സൺ, PS ബാബു, LA മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി VS പ്രിൻസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ നന്ദിയും അറിയിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും 23ാമത് തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ കപ്പ് ബുൾബുൾ മഹോത്സവം CMS സ്കൂളിൽ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ലെന്ന് മേയർ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്കു വേണ്ടി അഡ്വഞ്ചർ ബേസുകൾ ഒരുക്കി. ഗ്രൂപ്പ് ചെയർമാൻ OF ജോയ് അധ്യക്ഷനായി. നാഷണൽ കമ്മീഷണർ ഡോക്ടർ EU രാജൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രൂപ്പ് ലീഡർ ജോസി B ചാക്കോ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ സ്കൌട്ട് VS ഡേവിസ്, സീനിയർ സ്കൌട്ട് മാസ്റ്റർമാരായ CI തോമസ്, പോളി, എഡ്വിൻ T ഷാജൻ, ദീപു ഉണ്ണികൃഷ്ണൻ, അർച്ചന KS, ഹരിത സുരേഷ്, മധുമിത KR തുടങ്ങിയവർ പങ്കെടുത്തു. 850ഓളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി പങ്കെടുത്തു. മണ്ണുത്തി പട്ടാളക്കുന്ന് രാജീവ് നഗർ പൂവത്തിങ്കൽ പരേതനായ ഫ്രാൻസിസ് മകൻ ബേബി PF നിര്യാതനായി. 57 വയസ്സായിരുന്നു. ഭാര്യ ബിജി ബേബി, മകൻ ഇമ്മാനുവൽ ബേബി, സഹോദരങ്ങൾ ലേറ്റ് പോളി, ഷീല സണ്ണി, ജോയ് PF, ആൻഡോ PF, ഷീബ ഡേവിസ്, ലേറ്റ് ഷീജ ക്ലീറ്റസ്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3:30 സെന്റ് ആന്റണീസ് ചർച്ച് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. പീച്ചി വനം വികസന സമിതി പ്രസ് ക്ലബ് മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയ്ക്ക് പീച്ചിയിൽ തുടക്കമായി. ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ഒക്ടോബർ 4 ഓൾ ഇന്ത്യ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ. ഇസാഫ് ഗ്രൂപ്പിന്റെ ക്രോസോയുടെ കേക്ക് മിക്സിംഗ് സെറിമണി MD K പോൾ തോമസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര CHCയും നടത്തറ കുടുംബാരോഗ്യ കേന്ദ്രവും പൊതുജനത്തിന് ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസിനെ കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.